ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സിമ്പിൾ നമ്മുടെ മത്തങ്ങ പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മത്തങ്ങ കട്ട് ചെയ്ത് കുക്കറിലിട്ട് കൊടുക്കണം. ഇത് തേങ്ങയൊന്നും വേണ്ടാത്ത നല്ല സിമ്പിൾ ഒരു കറിയാട്ടോ. മത്തങ്ങയും 2 പച്ചമുളകും കട്ട് ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് കഴുകി മത്തങ്ങയുടെ ഒപ്പം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒറ്റ വിസിൽ വേണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട്, ഉപ്പിട്ടില്ല. ഒരു വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലോട്ട് നമുക്ക് താളിക്കാൻ വറ്റൽമുളകും സവാളയും വെളുത്തുള്ളിയും. അപ്പോൾ അതേ ഒരു വിസിൽ വന്നു, പാകത്തിന് വെന്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി അത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട്, കല്ലിൽ ചതയ്ക്കണേ നല്ലത്, മിക്സിയുടെ ജാറിലിട്ടു നന്നായിട്ട് അതെല്ലാം കൂടെ ചതച്ചെടുക്കണം. ഒരു ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി നമ്മുടെ ചതച്ച മുളകും വെളുത്തുള്ളി ഉള്ളിയും കൂടെ ചേർത്തു. ഇനി നന്നായിട്ടത് വഴറ്റണം. നല്ലപോലെ ഒരു കളറ് മാറി വരുമ്പോഴാണ് ചേർക്കണേ. അപ്പോൾ അതിലോട്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കളറ് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് നല്ല സൂപ്പർ കറിയാട്ടോ, തേങ്ങയൊന്നും വേണ്ട. ഇനി അടുത്തത് സിമ്പിളായിട്ടുള്ളൊരു വെള്ളപ്പയർ മെഴുക്കുവരട്ടി ആട്ടോ. ഇതിനും തേങ്ങയൊന്നും ഇടല്ല. അപ്പോൾ അത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കഴുകി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അത് അടുപ്പത്ത് ഒരു വിസിൽ വാങ്ങി ഓഫ് ചെയ്തു. ഇനി ഒരു ചട്ടി വെച്ചു, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് പൊട്ടിച്ചു. എന്നിട്ട് അതിലോട്ട് വെളുത്തുള്ളിയും ഉള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ച് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്ത് കളർ മാറുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കണം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ പച്ചമണം മാറിയ ശേഷം നമ്മുടെ വേവിച്ച പയറിട്ട് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നല്ല സൂപ്പർ വെള്ളപ്പയർ മെഴുക്കുവരട്ടി റെഡി. ഇനി അടുത്തത് നല്ലൊരു കിടിലൻ ഫിഷ് ഫ്രൈ ആട്ടോ. അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മീൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി കഴുകി. അതിലോട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് ചൂടുവെള്ളത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് ആ മിക്സ് ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് എല്ലാം നന്നായിട്ട് മീനിൽ പുരട്ടി വെക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി വെക്കണം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട്, പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് കൊടുക്കുന്നത് അതിലോട്ട് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ മീൻ വറുക്കണേന്. ഇതേ കണ്ട ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ വറുത്തതിന് നല്ല ടേസ്റ്റ് ആട്ടോ. അതും എല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തു. ഇനി അതിലോട്ട് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഇത് പുരട്ടി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടാട്ടോ ഇത് വറുക്കണത്. എന്നിട്ട് അതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട്, ചട്ടി ചൂടായി ഓയിൽ നന്നായിട്ട് ചൂടാവണം കേട്ടോ. ഇതറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ടാവും. അതിൻ്റെ മീൻ പറക്കിയിട്ടിട്ട് നല്ലോണം മൊരിച്ചെടുക്കണം. ഇത് ശരിക്കും നല്ലോണം ഉണക്കി എടുത്തേക്കണതാട്ടോ അത്. കാരണം അതിൽ പിള്ളേർക്ക് മുള്ള് പ്രശ്നമായതുകൊണ്ട്. നല്ല സൂപ്പർ മീൻ ഫ്രൈ ആയിരുന്നു കേട്ടോ അത്. ബാക്കി മസാലയും കൂടെ ചതച്ച് ഇങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം കേട്ടോ അത്. ചോറ്, നല്ല മത്തങ്ങയും പയറും കൂടെയുള്ള നല്ല സൂപ്പർ കറി, പിന്നെ നല്ല മീൻ വറുത്തതും. നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഇന്നത്തെ രാത്രിയിലത്തെ ഭക്ഷണം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു.